ഹായ് ഓൾ, മാനിഫെസ്റ്റ് വിത്ത് അനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അതെ, നമ്മളിൽ പലരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. നന്നായി ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മാസാവസാനം നോക്കുമ്പോൾ കയ്യിലൊന്നും കാണില്ല. അല്ലെങ്കിൽ പണം വരാനുള്ള വഴികൾ അവസാന നിമിഷം അടഞ്ഞു പോകുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്? അതെ, നമ്മുടെ പുറത്തുള്ള ലോകത്തല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് മൈൻഡിൽ പണത്തെക്കുറിച്ച് നമ്മൾ അറിയാതെ തന്നെ ചില മതിലുകൾ കെട്ടിപ്പടുത്തിയിട്ടുണ്ടാകും. ഇതിനെയാണ് മണി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ബ്ലോക്കുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നും അവ എങ്ങനെ തകർത്ത് സമൃദ്ധിയിലേക്ക് വാതിൽ തുറക്കാമെന്നും വിശദമായി നോക്കാൻ പോവുകയാണ്. എന്താണ് മണി ബ്ലോക്കുകൾ? എന്താണ് ഈ മണി ബ്ലോക്ക് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ലളിതമായിട്ടത് പറയുകയാണെങ്കിൽ, പണത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് വിശ്വാസങ്ങളാണിവ. ഇത് പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടു വളർന്ന കാര്യങ്ങളിൽ നിന്നും ഉണ്ടാവുന്നതാണ്. ഉദാഹരണത്തിന്, പണം കൈവിഴുക്കാണ്, അല്ലെങ്കിൽ പണം വന്നാൽ കൂടെ ആപത്തും വരും, സമ്പന്നരാകാൻ കുറുക്കു വഴികൾ വേണം, അതുമല്ലെങ്കിൽ പണക്കാരെല്ലാം മോശക്കാരാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും നിങ്ങളുടെ ഉപബോധ മനസ്സ് പണത്തെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തും. കാരണം പണം എന്നാൽ മോശമായ ഒന്നാണെന്ന് നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട 4 മണി ബ്ലോക്കുകൾ തിരിച്ചറിയാം. 1. ലാക്ക് ഓഫ് മെന്റാലിറ്റി. എപ്പോഴും ഇല്ല എന്ന ചിന്ത. എൻ്റെ കയ്യിൽ പണമില്ല, എനിക്കിതിന് കഴിയില്ല, സാധനങ്ങൾക്കൊക്കെ വലിയ വിലയാണ്. ഇങ്ങനെ എപ്പോഴും ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവർക്ക് ഒരിക്കലും സമ്പന്നരാകാൻ കഴിയില്ല. പ്രപഞ്ചത്തോട് നിങ്ങൾ എപ്പോഴും ഇല്ല ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് ഇല്ലായ്മ തന്നെ നൽകിക്കൊണ്ടിരിക്കും. 2. അർഹതയില്ലായ്മ. ഫീലിംഗ് അൺവർത്തി. ചിലർക്ക് വലിയ തുക കയ്യിൽ കിട്ടുമ്പോൾ ഒരുതരം പേടിയാണ്. എനിക്ക് ഇത്രയൊക്കെ കിട്ടാൻ അർഹതയുണ്ടോ എന്നവർ ചിന്തിക്കും. സ്വയം വില കുറിച്ച് കാണുന്നത് വലിയൊരു ബ്ലോക്കാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പണം നിങ്ങളെ തേടി വരികയില്ല. 3. പണം ചിലവാക്കുമ്പോഴുള്ള ഭയം. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പണം ചിലവാക്കുമ്പോൾ നെഞ്ചു വിറയ്ക്കുന്ന ആളുകളുണ്ടല്ലേ? പണം പോയാൽ തിരിച്ചു വരില്ല എന്ന പേടി. പണം ഒരു ഊർജമാണ്, അത് ഒഴുകിക്കൊണ്ടിരിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ പണത്തെ ഭയത്തോടെ പിടിച്ചു വെച്ചാൽ പുതിയ പണം വരാനുള്ള വഴിയടയും. 4. പണക്കാരോടുള്ള വിദ്വേഷം. പണമുള്ളവനെ കാണുമ്പോൾ ഇവർക്കിതെങ്ങനെ കിട്ടി എന്ന അസൂയയോടെ ചിന്തിക്കുന്നത് നിങ്ങളുടെ പണത്തിൽ നിന്നും നിങ്ങളെ അകറ്റും. ഇനി ഈ തടസ്സങ്ങൾ എങ്ങനെ മാറ്റാം നമുക്ക് നോക്കാം. 1. അവയർനെസ്. നിങ്ങളുടെ ഉള്ളിലെ തെറ്റായ ചിന്ത എന്താണെന്ന് ആദ്യം കണ്ടെത്തുക. അതൊരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് അത് വെറും ഒരു ചിന്തയാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക. വെറും ഒരു ചിന്തയാണെന്ന് സ്വയം റിപ്പീറ്റ്ലി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക. പഴയ ചിന്തകൾക്ക് പകരം പുതിയ പോസിറ്റീവ് ചിന്തകൾ നൽകുക. പണം എനിക്ക് അർഹതപ്പെട്ടതാണ്, പണം എൻ്റെ ജീവിതത്തിലേക്ക് സുഗമമായി ഒഴുകുന്നു തുടങ്ങിയ അഫർമേഷൻസ് ദിവസവും പറയുക. നന്ദി പറയുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള പണം അത് എത്ര ചെറുതാണെങ്കിലും അതിന് മനസ്സാ നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡാണ് സമൃദ്ധിയിലേക്കുള്ള ഏറ്റവും വലിയ താക്കോൽ. അതെ, ഈ മാറ്റങ്ങളൊക്കെ ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്നതല്ല കേട്ടോ. ഇതിന് കൃത്യമായ പരിശീലനം ആവശ്യമാണ്.
നിങ്ങൾ ഈ യാത്ര തുടങ്ങാൻ തയ്യാറാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ പണം ആകർഷിക്കാനുള്ള ഒരു പവർഫുൾ ടെക്നിക്കുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.